പാലക്കാട് കല്ലടിക്കോട് 3 ഏക്കർ ഭാഗത്ത് കുളത്തിൽ വീണ 3 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മരിച്ച 2 പേർ സഹോദരങ്ങളാണ്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് മരിച്ചത്. 10 വയസ്സുകാരി രാധിക, 5 വയസ്സുകാരൻ പ്രദീപ്, 4 വയസ്സുകാരൻ പ്രതീഷ് എന്നിവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. തുടിക്കോട് സ്വദേശി തമ്പിയുടെ മകളാണ് മരിച്ച രാധിക. തുടിക്കോട് സ്വദേശി പ്രകാശിന്റെ മക്കളാണ് പ്രദീപും പ്രതീഷും. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കായിരുന്നു സംഭവം. ഉച്ചയ്ക്ക് കളിക്കാൻ പോയതായിരുന്നു കുട്ടികൾ. കാണാതായതോടെ പ്രദേശവാസികൾ അന്വേഷിച്ചപ്പോഴാണ് വെള്ളക്കെട്ടിന് സമീപം ചെരുപ്പ് കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടികളെ കണ്ടെത്തിയത്. സമീപവാസികൾ കുട്ടികളെ രക്ഷപ്പെടുത്തിയെങ്കിലും 3 പേരുടെയും ജീവൻ നഷ്ടമാവുകയായിരുന്നു. പെൺകുട്ടി സംഭവസ്ഥലത്തും ആൺകുട്ടികൾ പാലക്കാട് ജില്ലാശുപത്രിയിൽ ചികിത്സയ്ക്കിടെയുമാണ് മരിച്ചത്. 3 പേരുടെയും മൃതദേഹങ്ങൾ ജില്ലാശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കുളിക്കാനായി ഇറങ്ങിയെന്നുള്ള നിലയിലാണ് എനിക്ക് തോന്നുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് അത് മൂടിക്കിടക്കുകയായിരുന്നു, കുറച്ച് ചപ്പും ചവറൊക്കെ ആയിട്ട്. അതിൻ്റെ ഓണർ ഇപ്പോൾ എന്തോ എല്ലാം ക്ലിയർ ചെയ്തപ്പോൾ കാഴ്ചയിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിപ്പോയി എന്നാണ് പറയുന്നത് കേട്ടത്. വളരെ ദാരുണമായിട്ടൊരു സംഭവമാണ്. നമുക്ക് നികത്താനാവില്ല. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വരുമ്പോഴേ തന്നെ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു 4 hours മുമ്പെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പോൾ കല്ലളിക്കോട് ഇവിടെ എത്തുന്ന സമയം പറഞ്ഞാൽ മാക്സിമം ആണ്. ആംബുലൻസ് ആയതുകൊണ്ട് ഏതാണ്ട് 3/4 മണിക്കൂർ കൊണ്ട് എത്താം. അപ്പോൾ അന്നേരം സംഭവിച്ചതല്ല, കുറച്ച് മുമ്പ് സംഭവിച്ചത്. കണ്ടെത്തിയത് അപ്പോഴാണല്ലോ എന്ന നിലയിലാണ് പറഞ്ഞത്. അതെ, സഹോദരങ്ങളാണ്. പ്രതീഷും പിന്നെ രാധിക പറഞ്ഞ കുട്ടിയും ഇവരുടെ അച്ഛൻ്റെ 2 ഭാര്യമാരുണ്ട്. അപ്പം അങ്ങനെയുള്ള 3 ആളും സഹോദരങ്ങളാണ്. കുട്ടികൾ കളിക്കാൻ പോയിട്ട് 3 കുട്ടികളും ഉച്ചയ്ക്ക് ശേഷം മിസ്സിംഗ് ആയിട്ട് തെരഞ്ഞു പോയതാണ്. തെരഞ്ഞു പോയ സമയത്ത് ഈ കുട്ടികൾ മരണപ്പെട്ടു. ചിറയിൽ കിടക്കുകയായിരുന്നു. അതിൽ 2 കുട്ടികളെ കിട്ടി. പെട്ടെന്ന് ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ കിട്ടിയ കുട്ടികളെ പെട്ടെന്ന് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. പിള്ളേർ ചോറുണ്ട സമയമാകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ അമ്മമാർ അന്വേഷിച്ച് നടക്കില്ല. അങ്ങനെ അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് അവിടേക്ക് വന്ന് അന്വേഷിച്ചൊക്കെ അവിടെ നിന്ന് കണ്ടില്ല. അപ്പോൾ യാദൃശ്യമായിട്ട് ആ കുളത്തിൻ്റെ സൈഡിൽ ഒരു ചെരുപ്പ് കണ്ടു. അപ്പോൾ അവർക്കൊരു സംശയം. അങ്ങനെ യാദൃശ്യമായിട്ട് നാട്ടിലെല്ലാം കൂടെ അതിനകത്ത് ഇറങ്ങി തപ്പോൾ ഒരു കുട്ടീനെ കിട്ടി. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ളവർ ഉണ്ടാവും എന്നുള്ള കണക്കൂട്ടിൽ തപ്പിപ്പോൾ അടുത്ത കുട്ടിയും കിട്ടി. പിന്നെ പെൺകുട്ടിയിലെ തപ്പിപ്പോൾ കിട്ടിയിട്ടില്ല. കിട്ടി 2 ആൺകുട്ടികളും കൊണ്ട് ഞങ്ങൾ നേരെ പാലക്കാടേക്ക് വന്നു. പിന്നെ ആ കുട്ടീനെ കിട്ടി അവിടെ നേരെ തച്ചാമ്പാറ ഗ്യാസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അല്ല, ഇതിപ്പോൾ ഒരു കൊല്ലമായി 2 മാസമായിട്ടുള്ള ഒരു ചിറ രൂപപ്പെട്ടിട്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ആവേശമായിട്ട് അതിനകത്ത് കയറുന്നത്. അത് ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ. കാരണം നമ്മൾ പോലും ഇറങ്ങിയാൽ പൂന്തുപോകുന്ന അങ്ങനത്തെ ഒരു ഇതാണ്. അത് ആഴമുള്ളല്ല, അതിൻ്റെ ആ ഒരു ചിറയുടെ രീതി അങ്ങനെയാണ് അതിനകത്ത്. അല്ല, അതൊരു കോളനിയാണ്. തുടിക്കോട് കോളനി എന്ന് പറഞ്ഞാൽ ട്രൈബിൻ്റെ ഒരു കോളനിയാണ് അത്. UTV ന്യൂസ്, പാലക്കാട്.